സ്തോത്രം. നയിക്കേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്കായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ലോകരാജ്യങ്ങളിലിരുന്ന് യൂട്യൂബ് വഴി ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതിലേക്ക് നിങ്ങളെ വിലയേറിയ ശ്രദ്ധയെ തിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഇന്ന് പകൽക്കാലം വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. പിന്നെ മോശ ഒരു യാഗപീഠം പണിതു. അതിന് യഹോവ നിസി, യഹോവ എൻ്റെ കൊടി എന്ന് പേരിട്ടു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് നമ്മളിവിടെ വായിച്ച് കേട്ടത്. 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ആമേൻ, ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെടുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. എന്നാൽ 5-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിച്ചു വരുമ്പോൾ പാറയിൽ നിന്നും വെള്ളം പുറപ്പെടുന്നത് നമുക്കവിടെ കാണാൻ കഴിയുന്നു. അമാലേക്കരെ തോൽപ്പിക്കുന്നത് നമുക്കവിടെ കാണാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ അമാലേക്കരുടെ മുൻപിൽ മോശയ്ക്ക് ദൈവം കൊടുത്ത ജയമാണ് ഇവിടെ ജയക്കൊടി എന്നുള്ള പേര്. ആമേൻ. ആമേൻ. മോശ, ആമേൻ, സ്തോത്രം, അവിടെ ഇടുവാനിടയായത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് ജയം തന്നിരിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിക്കേ, 12-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, എന്നാൽ മോശയുടെ കൈ ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ല് എടുത്ത് വച്ചു. അവൻ അതിന്മേൽ ഇരുന്നു. അഹരോനും കൂരും ഒരുത്തൻ ആമേൻ ഇപ്പുറത്തും ഒരുത്തൻ അപ്പുറത്തും നിന്ന് അവൻ്റെ കൈ താങ്ങി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ആമേൻ, സ്തോത്രം, ചില ഭാരമുള്ള വിഷയത്തിലിരിക്കുന്ന അഭിഷക്തന്മാരെ ഒന്ന് താങ്ങാൻ ഈ പ്രഭാതത്തിൽ നാം തയ്യാറാണെങ്കിൽ, സ്തോത്രം, സ്വർഗത്തിലെ ദൈവം ഉണ്ടല്ലോ, ആമേൻ, ഒരു വലിയ ജയം തരുന്ന, ഹല്ലേലൂയ, ഒരു പ്രഭാതമാണ്. സ്തോത്രം. മോശയുടെ കൈ താന്നു കഴിഞ്ഞാൽ അമാലേക്കർ, ആമേൻ, സ്തോത്രം, ജയിക്കും. പക്ഷേ മോശയുടെ കൈ ഉയർന്നിരുന്നപ്പോൾ അമാലേക്കർ തോറ്റു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ അഭിഷക്തന്മാരുടെ കൈ ഉയർന്നിരിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ആമേൻ, ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, പരിശുദ്ധാത്മാവ് നിനക്ക് തരുന്ന, ആമേൻ, സമയം, ആ മിനിറ്റുകൾ, അതിനെ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി വേർതിരിക്കുവാൻ കർത്താവ് ഇന്ന് പകൽക്കാലം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ, സ്തോത്രം. അതിനായി ഈ പ്രഭാതത്തിൽ ഒന്ന് ഒരുക്കി കൊടുത്താട്ടെ. സ്തോത്രം. ഇവിടെ ആമേൻ, പ്രൈസ് ദി ലോർഡ്, മോശ എന്ത് ചെയ്യുന്നറിയാമോ? ദൈവം മോശയ്ക്ക് കൊടുത്ത ജയത്തെ, ആമേൻ, മോശ അവിടെ ഒരു യാഗപീഠം പണിതു. ഇന്ന് പകലിൽ നമുക്കൊരു ജയം ദൈവം തരുമ്പോൾ, നമുക്കൊരു അത്ഭുതം കർത്താവ് ചെയ്യുമ്പോൾ, ദൈവത്തിന് വേണ്ടി, ആമേൻ, എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് വച്ച് ചെയ്തതല്ല മോശ. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മോശ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഓരോ കാൽവയ്പിലും മോശയ്ക്ക് ദൈവം കൊടുക്കുന്ന ജയം, ഏതൊക്കെ തലത്തിൽ മോശയെ ദൈവം, ആമേൻ, ജയം കൊടുക്കുമോ ആ ജയത്തിന്, ആമേൻ, യോഗ്യമായ നിലയിൽ മോശ കാര്യാദികൾ ദൈവസന്നിധിയിൽ ചെയ്യുമായിരുന്നു. സ്തോത്രം. അതാണ് മോശയുടെ ജയം. നോക്കിക്കേ, എത്ര പ്രശ്നം മോശയുടെ ജീവിതത്തിൽ വന്നിട്ടും മോശയെ ഒന്ന് തോൽപ്പിക്കാനോ മോശയെ തൊടാനോ ദൈവം ആരെ ഇടയാക്കിയില്ല. അതിൻ്റെ പരമപ്രധാനമായ ഒരു കാര്യം ഇതാണ്: ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനെ മനുഷ്യൻ കണ്ടില്ലെങ്കിലും ദൈവം കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ദൈവശബ്ദത്തിനായി നിൽക്കുന്ന ഓരോ ദൈവ പൈതലിനെയും അറിയുന്നത് മനുഷ്യനല്ല,
പിന്നെയോ അറിയുന്നത് ദൈവമാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ എന്നെ ശബ്ദം കേൾക്കുന്ന അഭിഷക്തന്മാരോടും അഭിഷക്തമാരോടും ഒരു ദൂതായി പറയട്ടെ. ആമേൻ. നിങ്ങൾ ചെയ്യുന്ന ചെറുതും വലുതുമായ ഓരോ ശുശ്രൂഷകളും അത് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വേലയായി ചെയ്യുന്നെങ്കിൽ, ചെയ്യുന്നത് ആത്മാർത്ഥതയോടെ ചെയ്യുന്നു എങ്കിൽ ഉറപ്പായും വിജയം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കാരണം ആത്മാർത്ഥത എന്ന് പറയുമ്പോഴത്തേക്ക് ഉദാസീനതയോടെ എൻ്റെ വേല ചെയ്യുന്നവനൊക്കെ ആരാ? ശപിക്കപ്പെട്ടവനെന്നാണ്. സ്തോത്രം. അപ്പോൾ ഉദാസീനതയോടെ ചെയ്യുന്ന വേലയല്ല ഇത് ആത്മാർത്ഥതയോടും സമർപ്പണത്തോടും ദൈവം തരുന്ന ജയത്തിന് തക്കവണ്ണം ദൈവത്തിന് അതിൻ്റെതായ മഹത്വം കൊടുക്കുകയാണ് മോശ. നോക്കിക്കേ, അടുത്ത 16-ാം വാക്യം പറയുന്നു, യഹോവയുടെ സിംഹാസനത്താണ് യഹോവയ്ക്ക് അമാലേക്യരോട് തലമുറ തലമുറയായി യുദ്ധമുണ്ടായിരുന്നു. അവൻ പറയുന്നു. സ്തോത്രം. അപ്പോൾ തലമുറ തലമുറയായി അമാലേക്യർക്ക് എന്തുണ്ടായിരുന്നു? യുദ്ധമുണ്ടായിരുന്നു. സ്തോത്രം. അപ്പോൾ ആ യുദ്ധത്തെ മോശയുടെ കൈ മുഖാന്തരം അവരെ തോൽപ്പിക്കുകയാണ്. സ്തോത്രം. ഇന്ന് പകലിൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന അമാലേക്യരെ തോൽപ്പിക്കണമെങ്കിൽ നീയും ദൈവമായിട്ടൊരു ബന്ധം ഇന്ന് പകൽക്കാലം അത്യാവശ്യമാണ്. ആരോടൊക്കെ ദൈവാത്മ പറയുന്നു, നിനക്ക് മുമ്പേ ചില അമാലേക്യ ശക്തികൾ എണീറ്റ് വരികയാണ് 2026. നിന്നെ മുമ്പിലോട്ട് വിടില്ല എന്ന് പറഞ്ഞ് വാദിച്ചു നിൽക്കുന്ന ചില അമാലേക്യർ. സ്തോത്രം. ആമേൻ. നിന്റെ ഉയർച്ചയെ തടയുന്ന അമാലേക്യർ. ആമേൻ. സ്തോത്രം. നിന്റെ കൊയ്ത്തിനെ വിളവെടുക്കാൻ കഴിയാതെ ആമേൻ അതിനെ തകർത്ത് കളയുന്ന അമാലേക്യർ. സ്തോത്രം. ഹല്ലേലൂയ. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ആമേൻ. നിന്റെ പിതാക്കന്മാരുടെ കാലം മുതലേ അവരിങ്ങനെ തലമുറ തലമുറയായി നിന്റെ കുടുംബത്തെ നോക്കി വാദിക്കുന്ന ചില അമാലേക്യരെ തകർക്കണമെങ്കിൽ നിന്റെ കരം ഇന്ന് പകൽക്കാലം ബഹുമാനത്തോടെ ഉയർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മോശ കൈ ഉയർത്തിയപ്പോൾ ഇസ്രായേലിന്റെ ജയമാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ മോശ എത്ര സമയം കൈ ഉയർത്തി നിൽക്കും, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എത്ര സമയം കൈ ഉയർത്തി നിൽക്കാൻ പറ്റുമെന്നുള്ളത് അമാലേക്യർക്ക് അറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, അതിനേക്കാൾ ശ്രേഷ്ഠകരമായി ദൈവത്തിനറിയാം. മോശയുടെ കൈ നൈൽ നദിക്കകത്തുനിന്ന് വലിച്ചു പുറത്തെടുക്കുമ്പോൾ ആമേൻ ആ പിഞ്ചു കരത്തോട് കൂടെ ഇരുന്ന മോശെ, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ ദൈവമുണ്ടല്ലോ. മോശയുടെ ഓരോ കാൽച്ചുവടുകളും മോശയുടെ വളർച്ചയിലും മോശയുടെ വിദ്യാഭ്യാസത്തിലും മോശയുടെ കായികാഭ്യാസത്തിലും എല്ലാം ദൈവം കൂടെ ഉണ്ടായിരുന്നു. ആമേൻ. മിസ്രയീമിന്റെ സകല ആമേൻ പ്ലാനുകളും ആമേൻ സകല ഭാഷകളും സകല പദ്ധതികളും മോശയ്ക്ക് മനസ്സിലാക്കി കൊടുത്തത് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു അധ്യാപകനെ പോലെ, ഒരു പിതാവിനെ പോലെ, ആമേൻ സ്തോത്രം, ഒരു മാതാവിനെ പോലെ, ഒരു സഹോദരനെ പോലെ ഫ്രണ്ട്സായിട്ട് കൂടെ നടന്ന് മോശയ്ക്ക് സകല കാര്യാദികളും മനസ്സിലാക്കി കൊടുക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, നിന്റെ ജീവിതത്തിലെ സകല കാര്യങ്ങളും ആമേൻ പ്രൈസ് ദി ലോർഡ് ദൈവം തന്നതല്ലാതെ ഒന്നുമല്ല കേട്ടോ. അഹങ്കരിക്കാനോ പുകഴുവാനോ ഒന്നുമില്ല. ദൈവത്തിൻ്റെ കരമല്ലാതെ, ദൈവത്തിൻ്റെ സാന്നിധ്യമല്ലാതെ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. അവകാശമെന്ന് പറയാനോ ഇതെൻ്റേതാണെന്ന് പറയാനോ ആമേൻ നമുക്ക് ആർക്കും കഴിയത്തില്ല. കാരണം അത്രമേൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത വലിയ അത്ഭുതങ്ങളെ ഓർത്ത് ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്യാൻ വകയുണ്ട്. അതിന് യഹോവ നിസി, ആമേൻ, യഹോവ എൻ്റെ കൊടി എന്ന് പേരിട്ടു. ഹല്ലേലൂയ. നിന്റെ ദൈവം ഇന്ന് പകൽക്കാലം നിനക്ക് ജയം തരുന്ന ദൈവമാണ്. ശമനപരഗതുനി നിന്റെ തലമുറയ്ക്ക് ജയം തരുന്ന ദൈവമാണ്. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ജയം തരുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പറ, എൻ്റെ കർത്താവ് ജയത്തിൻ്റെ കൊടി. സ്തോത്രം. ആ കർത്താവിലേക്ക് ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ഞങ്ങളെ ഒരുമിച്ച് അപ്പൻ്റെ പുനരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവകൃപയിൽ പൊതിയണമേ. ഒരു വലിയ ദൈവസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ പൊതിയുമാറാകണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരായിരിക്കുന്ന അഭിഷക്തന്മാർ, അഭിഷക്തന്മാർ, രാജ്യങ്ങളിൽ നിന്ന് കേൾക്കുന്നവർ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ഒരു വലിയ വിശാലത കാണുവാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.